ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട് ഒരു മനോഹരമായ സ്ഥലമാണ്. കണ്ടോ കാറ്റാടി, കണ്ടോ കാറ്റാടിപ്പാടം. ഇവിടെ ഒത്തിരി കാറ്റാടിയുണ്ട്. അങ്ങനെ ഒരെണ്ണമല്ല, 100 കണക്കിന് കാറ്റാടിയുണ്ട്. കാറ്റാടിപ്പാടം എന്നാണ് ഇതിന് പേര് പറയുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ കാണാൻ വന്നതാണ്, കൂടെ നിങ്ങളെയും കാണിക്കാനായിട്ട്. ഉണ്ടോ അക്കരെ കുന്നലോട്ട് നോക്കിക്കേ, കാറ്റാടി ഇറങ്ങുന്നുണ്ടോ? ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇങ്ങനെ ഓരോ കാറ്റാടി ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് മനുഷ്യരിവിടെ വരുന്നുണ്ട് കാണാനായിട്ട്. കാറ്റ് കുറവാണ്, അതാ ഇപ്പോൾ ഇങ്ങനെ കാറ്റ് അതൊക്കെ കറങ്ങുന്നത്. ഒരു 1000 ഏക്കറല്ല, അങ്ങനെ കിടക്കുകയാണ് സ്ഥലങ്ങൾ. ടൂറിസ്റ്റുകളൊക്കെ രാവിലെ സമയം വരുന്നുണ്ട്. ഇപ്പം ഞങ്ങളിവിടെ വന്നത് 9:30 ആയപ്പോഴാണ്. മനോഹരമായ സ്ഥലം കണ്ടോ. ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. ഇത് കാണണമെന്ന് മനസ്സിലാഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? വീട്ടിലിരിക്കുന്നവരില്ലേ, ഈ സ്ഥലമൊക്കെ ഒന്ന് പോയി കണ്ടാൽ മതിയായിരുന്നു എന്ന് ആലോചിക്കുന്നവരില്ലേ? അവർക്കൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അതിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. കണ്ടോ, ഇന്ന് മനോഹരമായ സ്ഥലമാണ്, നോക്കിക്കേ. വരണമെന്ന് ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാതെ വീട്ടിലിരിക്കുന്നവർ, പ്രായമായവരുണ്ട്, മനസ്സിലാഗ്രഹം ഉണ്ടായിട്ട് കൊണ്ടുവരാത്തതുണ്ട്. അതുകൊണ്ട് അക്കരയൊക്കെ ഉണ്ടോ, അവിടെ ഒരു കാറ്റാടി ഇങ്ങനെ ചുറ്റും കറങ്ങി. കാറ്റാടിയാണ് മൊത്തം. കാറ്റാടി പാടം എന്നാണ് ഇതിന് പേര് പറയുന്നത്. ഒരു തൂണൊക്കെ എത്ര ഉയരമാണെന്നറിയോ? നമുക്ക് തോന്നുന്നു അകലെ നോക്കുമ്പോൾ ഇങ്ങനെ തോന്നും, പക്ഷേ അടുത്ത് ചെല്ലുമ്പോൾ അറിയാം എന്ത് അതിൻ്റെ ചിറകൊക്കെ തന്നെ ഒരു ലോറിയിലാണ് കൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. മനോഹരമായ സ്ഥലം. താഴെ കൃഷിയിടങ്ങളാണ്, ഓരോരുത്തരെ വ്യക്തികളുടെ കൃഷിയിടങ്ങളാണ് താഴെ. ആ നിരപ്പിൽ നിന്ന് നമ്മൾ ഒത്തിരി ഉയരത്തിലാണ് നിൽക്കുന്നത്. ഉണ്ടോ, രാമക്കൽമേട് എന്ന് പറഞ്ഞ ടൗണാണ് അകലെ കാണുന്നത്. അവിടെ നിന്നാണ് നമ്മളിവിടെ വന്നത്. ഭയങ്കര കാറ്റാണ്. കണ്ടോ, ഞാനൊരു തൂണിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. ഒരു 10 പേര് വട്ടം നിന്നാൽ അതിനെ ചുവട് എത്തത്തില്ല, അത്രയ്ക്ക് വണ്ണമാണ് അതിന്. ഓരോ കുട്ടികളൊക്കെ വന്ന് ഓരോ കുസൃതികളൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര കാറ്റാണ്. കുറേ കൂടെ കഴിയുമ്പം കാറ്റ് കൂടും. എൻ്റെ ഉയരം നോക്കിക്കേ എത്ര ഉണ്ടെന്ന്. ഭയങ്കര ഉയരമാണ്. അതിൻ്റെ ചിറക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒച്ച നമുക്ക് മൂളി കേൾക്കാം. ഇവിടെ കുറച്ചുകൂടെ കാറ്റാകുമ്പം കുറച്ചുകൂടെ സ്പീഡാകും. കുട്ടികളൊക്കെ ഒരുപാട് കുസൃതികളൊക്കെ കുത്തി വരച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ചുറ്റും നടന്നാൽ എന്ത് ദൂരം ഉണ്ടെന്നറിയോ? കുറച്ചൊന്നും അല്ല, ഭയങ്കര മൂളിച്ചയാണ്. അക്കരെ കാണുന്നതുണ്ടോ, അവിടെയുണ്ട്. അപ്പോൾ ഈ കുന്ന് തന്നെ അല്ല, ഒരു കുന്ന് കയറി അപ്പുറത്തിറങ്ങുമ്പോൾ അവിടെ ഈ കാറ്റാടിപ്പാടമാണ്. കാറ്റാടിപ്പാടം എന്ന് പറയുന്നതിനെ മൊത്തം കാറ്റാടിയാണ്. ഇവിടെ കാണാൻ ആഗ്രഹമുള്ളവരെല്ലാം വന്ന് കാണണം കേട്ടോ. നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ് രാമക്കൽമേട്. നെടുങ്കണ്ടത്തു നിന്ന് രാമക്കൽമേടിന് വന്നിട്ട് 4 കിലോമീറ്റർ രാമക്കൽമേട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഈ കുന്നിൻ്റെ മുകളിലേക്ക് വരണം. മനോഹരമായ സ്ഥലം. നമ്മൾ താഴെ ഇങ്ങനെ നോക്കുമ്പോൾ വലിപ്പം കുറവാന്ന് തോന്നും, പക്ഷേ അവിടെ അതിൻ്റെ ചുവട്ടിൽ ചെല്ലണം. അവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. കറണ്ട് എടുക്കുന്നുണ്ട് ഇവിടുന്ന്. ഇതുപോലെ തന്നെ വേറൊരു സ്ഥലവും കൂടെ ഉണ്ട്, അപ്പുറത്ത് മാറി വേറൊരു സ്ഥലം കൂടെ. അവിടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്, അവിടെയും കാറ്റാടിയൊക്കെ ഉണ്ട്. കുറത്തി മലയുണ്ട്, സ്റ്റാച്ചു ഉണ്ട്. അവിടെ കുറവൻ്റെയും കുറത്തിയുടെയും സ്റ്റാച്ചു ഉണ്ട്. അങ്ങോട്ട് നമുക്ക് പോകണം. അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടം വരെ വന്നത്. എൻ്റെ ചുറ്റും നടന്നുണ്ട് 1 കിലോമീറ്റർ നടക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ വട്ടമാണ്. ഇത് കാണാൻ ആഗ്രഹമുള്ളവരില്ലേ ഈ സ്ഥലങ്ങളൊക്കെ? എന്തൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഹൈ റേഞ്ചിൽ കണ്ടോ. ഇതൊക്കെ ദൂരെ നിന്ന് വരുന്നവർ വരണം ഇവിടെയൊക്കെ കാണാൻ കേട്ടോ. നല്ല കാറ്റ് കൊള്ളാം. നമ്മളൊക്കെ ഇവിടെ ഫാനിട്ട് കാറ്റ് കൊള്ളുമ്പോൾ അവിടെ പ്രകൃതിയിലെ കാറ്റാണ് കൊള്ളുന്നത് കണ്ടോ. ഇനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുക. ഒരു സ്ഥലത്തെ കാഴ്ചകൾ കഴിഞ്ഞു, ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുക. നിങ്ങളെല്ലാവരും വരൂ, കാണിക്കാം. ചൂട് തുടങ്ങി ഇവിടെ. മൈതാനം പോലെ ഇങ്ങനെ കിടക്കുക. അക്കരെ കുന്നലും ഉണ്ട്. താഴെ കാണുന്നത് തമിഴ്നാടാണ്. തമിഴ്നാടിൻ്റെ പോർഷനാണ് കാണുന്നതൊക്കെ. ഇതിൽ തമിഴ്നാട് അതിർത്തിയാണിത് കേട്ടോ.
ആകാശമൊക്കെ നല്ല നീലിമയായിട്ട് കിടക്കുക. ഇപ്പോഴും മഞ്ഞ് മാറിയിട്ടില്ല, മഞ്ഞിൻ്റെ ഇതുണ്ട്.